ഞായറാഴ്ച വിശ്വാസികളെല്ലാം വളരെയേറെ കരുതലോടെ അല്ലെങ്കിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വലിയൊരു ചടങ്ങ് നടക്കാൻ പോവുകയാണ്. എന്തെല്ലാമാണ് ആ ചടങ്ങുകളുടെ വിവരങ്ങൾ? ഏകദേശം ഒരു 10,000-ഓളം പേരെ പ്രതീക്ഷിക്കുകയാണ് നമ്മൾ ഈ ചടങ്ങിൽ. കാരണം 102 വർഷത്തെ പാരമ്പര്യം കൊള്ളുന്ന മലബാറിന്റെ ഒരു അമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ഒരു രൂപതയ്ക്ക് ദൈവം കനിഞ്ഞു നൽകിയ ഒരു സമ്മാനം. ഫ്രാൻസിസ് പാപ്പയുടെ ജീവിതത്തിന്റെ അന്ത്യനിമിഷങ്ങളിൽ പാപ്പ എടുത്ത തീരുമാനങ്ങളിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിട്ട് ഞങ്ങൾ ഇതിനെ കാണുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ദൈവജനം അഭിമന്യ വർഗീസ് ചക്കാലക്കൽ പിതാവിനെ പ്രഥമ മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പായി ഉയർത്തിയതിലും രൂപതയെ അതിരൂപതയായി ഉയർത്തിയതിലും ഒത്തിരിയധികം സന്തോഷിക്കുകയാണ്, അഭിമാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായി 10-27 കമ്മിറ്റികൾ ഉൾപ്പെടുന്ന ഒരു സംഘാടക സമിതിയാണ് നമ്മൾ രൂപീകരിച്ചിരിക്കുന്നത്. ഏകദേശം 10-30ഓളം ബിഷപ്സും കർദിനാൾമാരും ആർച്ച് ബിഷപ്സും എല്ലാം പങ്കെടുക്കുന്ന ഈ ഒരു ചടങ്ങ് ആരംഭിക്കുന്നത് 2:30 കൂടിയ ഒരു സ്വീകരണം അഭിനന്ദ പിതാക്കന്മാർക്ക് നൽകും. കൃത്യം 3 മണിക്ക് നമ്മൾ സിറ്റി സെയിന്റ് ജോസഫ് ദേവാലയ അങ്കണത്തിൽ വെച്ച് ഈ കർമ്മ പരിപാടികളെല്ലാം ആരംഭിക്കും. ദിവ്യബലിയോടുകൂടിയാണ് ആരംഭിക്കുക. പ്രധാനമായിട്ട് മുഖ്യ കാർമ്മികനാകുന്നത് നമ്മുടെ അപ്പസ്റ്റോലിക് നൂൻഷ്യോ ആയിട്ടുള്ള ലിയോപോൾഡ് ജിറെല്ലി പിതാവാണ്. അതിന് വചന പ്രഘോഷണം നടത്തുക മലങ്കര കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായിട്ടുള്ള കർദിനാൾ ബസീലിയസ് ക്ലീവിസ് പിതാവാണ്. ആ ഒരു ചടങ്ങ് വിശ്വാസ പ്രഘോഷണം അല്ലെങ്കിൽ വചന പ്രഘോഷണം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു സ്ഥാനാരോഹണ ചടങ്ങുകൾ ആരംഭിക്കുക. പ്രധാനമായിട്ടും അതിന്റെ ഡിക്രി ഫ്രാൻസിസ് പാപ്പ പുറപ്പെടുവിച്ച ഡിക്രി വായിച്ചുകൊണ്ട് ഭദ്രാപീഠത്തിലേക്ക് അഭിമന്യ വർഗീസ് ചക്കാലക്കൽ പിതാവിനെ നൂൻഷ്യോ നയിക്കുകയും ഇരുത്തുകയും പിന്നീട് ആദരവും പ്രോമിസും നൽകുന്ന ഒരു ചടങ്ങ്. അതോടുകൂടി ഇൻസ്റ്റലേഷൻ അഥവാ സ്ഥാനാരോഹണ ചടങ്ങ് അവസാനിക്കുകയും ചെയ്യും. തുടർന്ന് നമ്മൾ ദിവ്യബലി തുടരും. അവസാനം ദിവ്യബലിക്ക് ശേഷം ഏതാനും മെത്രാന്മാരുടെ, പ്രത്യേകിച്ച് ആർച്ച് ബിഷപ്സിന്റെയും കർദിനാൾമാരുടെയും നൂൻഷ്യോയുടെയൊക്കെ ഒരു ചെറിയ ആശംസകൾ നേരുന്നു. വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ, രാഷ്ട്രീയ, മത, സാംസ്കാരിക, സാമൂഹിക മേഖലകളിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട വ്യക്തികൾ നമുക്ക് വരുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധി, മന്ത്രി റിയാസ്, BJPയുടെ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സാർ, അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ മേഖലകളിലുള്ളവരൊക്കെ എത്തുമെന്നാണ് ഇതുവരെ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ചടങ്ങ് ഒരല്പം നേരം ഉണ്ടാകും. അതോടുകൂടി അവസാനം നന്ദി പ്രകടനത്തോടുകൂടി ഈ ഒരു 3 മണിക്ക് ആരംഭിക്കുന്നത് ഏകദേശം ഒരു 7 മണിയോടുകൂടി എല്ലാം കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും ആവേശത്തോടും ആഗ്രഹത്തോടും അതിലേറെ പ്രാർത്ഥനയോടും കൂടി കാത്തിരിക്കുകയാണ്. ഞാനിപ്പോൾ ആയിരിക്കുന്നതും ഞങ്ങളുടെ എല്ലാ സംഘാടന സമിതികളുടെയും മീറ്റിംഗിന്റെ ഇടയിൽ നിന്ന് മാറി നിന്നുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. അവരെല്ലാവരും പുറത്ത് ആവേശത്തോടു കൂടി അതിനു വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യവും അപേക്ഷിക്കുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ ഈ ഒരു ആഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ഓക്കെ, വളരെ നന്ദി അച്ഛാ, കാര്യങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞതിന്. 10,000 ആളുകളെയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് പറയുകയുണ്ടായി. അറബിക്കടലിൻ്റെ തീരത്തുള്ള കോഴിക്കോട് നഗരം ഇത്രയും ആളുകളെ ഉൾക്കൊള്ളുന്നത് വല്ലാത്തൊരു സംഭവം തന്നെയായി മാറും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല എന്നുള്ളതാണ്.